BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. UDFന് ഭരണം ലഭിച്ചാൽ RMPI മന്ത്രിസഭയുടെ ഭാഗമാകില്ലെന്ന് സൂചന. നിലവിൽ അസോസിയേറ്റ് അംഗമാണെങ്കിലും UDFന്റെ എല്ലാ നിലപാടുകളെയും പിന്തുണയ്ക്കേണ്ടതില്ലെന്നാണ് RMPI തീരുമാനം. മന്ത്രിസഭയുടെ ഭാഗമായാൽ UDFന്റെ എല്ലാ തീരുമാനങ്ങളെയും പിന്തുണയ്ക്കേണ്ടി വരും എന്നാണ് RMPIക്ക് മുന്നിലുള്ള ആശങ്ക. ഇക്കാരണത്താൽ UDFന്റെ ഘടകകക്ഷിയാകേണ്ടതില്ലെന്നാണ് RMP നിലപാട്. ഇടതുപക്ഷ നിലപാടുകളിൽ അടിയുറച്ചു നിൽക്കാനാണ് പാർട്ടി തീരുമാനം. എന്നാൽ RMP നേതാവും വടകരയിലെ UDF സ്ഥാനാർത്ഥിയുമായ KK രമയെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താനാണ് കോൺഗ്രസ് താൽപര്യം. ഇതിനായി UDF ഘടകകക്ഷിയാകാൻ കോൺഗ്രസ് RMPക്ക് മേൽ സമ്മർദ്ദം ചെലുത്തും. അതേസമയം അധികാരം കിട്ടിയാൽ ആരാകും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നതിൽ സോഷ്യൽ മീഡിയയിൽ പ്രചാരണം ശക്തമാകുകയാണ്. എറണാകുളത്ത് നിന്നൊരാൾ മുഖ്യമന്ത്രിയാകണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്നുള്ള DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ പ്രസ്താവനയാണ് മുഖ്യമന്ത്രി ചർച്ചകൾക്ക് വീണ്ടും തുടക്കമിട്ടത്. കേരളത്തിലെ പ്രതിപക്ഷത്തെ ശക്തമായി നയിച്ച ആളാണ് സതീശനെന്നും ഷിയാസ് പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെ ഷിയാസിനെ തള്ളി നിരവധി നേതാക്കൾ രംഗത്ത് വന്നിരുന്നു. ഇത്തരം ചർച്ചകളുടെ ആവശ്യമില്ലെന്നായിരുന്നു VM സുധീരൻ, M ലിജു, K മുരളീധരൻ, K ബാബു അടക്കമുള്ള നേതാക്കളുടെ പ്രതികരണം. അതേസമയം എറണാകുളത്ത് നിന്നും മുഖ്യമന്ത്രി വേണമെന്ന പരാമർശത്തിൽ തിരുത്തുമായി DCC അധ്യക്ഷനും കൊച്ചിയിലെ UDF സ്ഥാനാർത്ഥിയുമായ മുഹമ്മദ് ഷിയാസ് രംഗത്തെത്തി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന നിലയിലുള്ള പ്രതികരണത്തിലാണ് ഷിയാസ് ഇപ്പോൾ തിരുത്തു വരുത്തിയത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള അന്തിമ തീരുമാനം പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വവും ഹൈക്കമാൻഡും കൈക്കൊള്ളട്ടെ എന്നാണ് ഷിയാസ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. ഈ വിഷയത്തിൽ ഇനി അനാവശ്യ ചർച്ചകൾ വേണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിരഞ്ഞെടുപ്പിൽ UDF മികച്ച ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. എറണാകുളത്ത് നിന്ന് മുഖ്യമന്ത്രി വേണമെന്ന ഷിയാസിന്റെ പരാമർശം പാർട്ടിക്കുള്ളിലും UDFനുള്ളിലും വലിയ വിമർശനത്തിന് വഴിവെച്ചിരുന്നു. അതേസമയം മുഖ്യമന്ത്രി ചർച്ചയിൽ കോൺഗ്രസിൽ അതൃപ്തി തുടരുകയാണ്. ഷിയാസിന്റെ പ്രസ്താവനയെ തള്ളി മുതിർന്ന നേതാക്കൾ തന്നെ പരസ്യമായി രംഗത്തെത്തിയിരുന്നു. അത്തരം ചർച്ചകൾക്കുള്ള സമയമല്ല ഇപ്പോഴെന്നാണ് ഭൂരിഭാഗം നേതാക്കളുടെയും നിലപാട്. മുഖ്യമന്ത്രി ആരാകണമെന്നുള്ള ചർച്ചകൾക്ക് സമയമായിട്ടില്ലെന്ന് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയും KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാറും പറഞ്ഞു. കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തർക്കമുണ്ടാകില്ലെന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രതികരിച്ചത്. മുഖ്യമന്ത്രി പരാമർശത്തിൽ DCC പ്രസിഡന്റിനെ തള്ളി K ബാബുവും രംഗത്തെത്തി. എറണാകുളത്ത് നിന്ന് ഒരു മുഖ്യമന്ത്രി വേണമെന്നല്ല, കോൺഗ്രസിന് ഒരു മുഖ്യമന്ത്രി വേണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ പ്രാദേശിക നേതാക്കൾ അഭിപ്രായം പറയുന്നത് ഉചിതമല്ല. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ നടപ്പ് രീതികളുണ്ടെന്നും K ബാബു പറഞ്ഞു. എറണാകുളത്ത് നിന്ന് മുഖ്യമന്ത്രി വേണമെന്ന ഷിയാസിന്റെ പ്രതികരണം വ്യക്തിപരമാണെന്ന് ജില്ലയിൽ നിന്നുള്ള മുതിർന്ന നേതാവ് ഡൊമിനിക് പ്രസന്റേഷൻ പ്രതികരിച്ചു. കേരളത്തിന്റെ പുതിയ സാഹചര്യത്തിൽ പറ്റിയ ഒരു മുഖ്യമന്ത്രിയെ ഹൈക്കമാൻഡ് തീരുമാനിക്കും. എറണാകുളം ജില്ലയിൽ മുഴുവൻ സീറ്റും UDF നേടുമെന്നും ഡൊമിനിക് പ്രസന്റേഷൻ അവകാശപ്പെട്ടു. അതേസമയം സോഷ്യൽ മീഡിയയിൽ സതീശനാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അർഹനെന്ന് UDF പ്രവർത്തകർ വ്യാപകമായി പോസ്റ്റ് ഇടുന്നുണ്ട്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.